വെൽക്കം ബാക്ക് ടു എജുപോഡ്. മിസ്സിന്റെ മക്കളെ എല്ലാവരും ഇതേ പബ്ലിക് എക്സാമിന് വേണ്ടി സൂപ്പർ ആക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മിസ്സിന് അറിയാം. അപ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ അതിലെ ഓരോ ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും അല്ലേ? ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇതേ എജുപോഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സസ് തരുന്നുണ്ട് അല്ലേ? ചാപ്റ്റർ സമ്മറി തരുന്നുണ്ട്, ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അല്ലേ? അപ്പം അടിപൊളിയാക്കി എല്ലാവരും പഠിക്കണം. യെസ്, അപ്പം മിസ് ഇതേ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. നമ്മൾ ഇന്ന് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അല്ലേ? ലാസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി ആണല്ലോ? എല്ലാവരും സെറ്റ് ആണല്ലോ? യെസ്, അപ്പം നോക്കിക്കോ ഏത് ചാപ്റ്റർ ആണ് എന്ന് മിസ് ഇതേ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. യെസ്, ദേ കണ്ടല്ലോ, ഉൽട്ട പുൽട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ? ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഈ ചാപ്റ്ററിന്റെ സമ്മറി മിസ് ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഈ ചാപ്റ്ററിന്റെ സമ്മറി അല്ലേ, ജസ്റ്റ് 10 മിനിറ്റിൽ ഈസി ആയിട്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയിട്ട് കാണണം കേട്ടോ. സോ ഇനി ഈ ചാപ്റ്ററിനകത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി ആണല്ലോ? ഉൽട്ട പുൽട്ട എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തിരിഞ്ഞും മറിഞ്ഞും അല്ലേ, തിരിച്ചും മറിച്ചും എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. അതായിരുന്നു അതിന്റെ മീനിങ്. ആരാണ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നത്, എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പിക്ചറിൽ കാണുന്നവരെ എല്ലാവരെയും കുറിച്ച് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ബന്ദറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മക്കടി എട്ടുകാലിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ആരാണ് പാറ്റ അല്ലേ, തിൽച്ചട്ടയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഗിർക്കിട്ട് ഓന്തിനെ കുറിച്ച് പഠിച്ചു, ചീണ്ടി ഉറുമ്പിനെ കുറിച്ച് പഠിച്ചു, പിന്നെ പല്ലി ചിപ്കലിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, ഇനി നോക്കിക്കോ. അതെ, അതിന് മുന്നേ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. മിസ്സിന്റെ മക്കൾ ഇതേ അടുത്ത വർഷം 7ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ 7ാം ക്ലാസ്സിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിന്റെ സൂപ്പർ ബാച്ചിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏപ്രിൽ 6ാം തീയതി നമ്മൾ ഇതേ നിങ്ങളുടെ 7ാം ക്ലാസ്സിന്റെ ഫസ്റ്റത്തെ ബാച്ച് അല്ലേ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്, ഏപ്രിൽ 6ാം തീയതി. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണ്ടേ? അടിപൊളിയാക്കി പഠിക്കണ്ടേ? ഇതേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, 2599 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫുൾ ചാപ്റ്റേഴ്സ്, ഫുൾ സബ്ജക്റ്റും വെറും 2599 രൂപയ്ക്കാണ് എജുപോഡ് തരാൻ പോകുന്നത്. റെഡിയല്ലേ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 സ്റ്റുഡൻസിന് മാത്രമേ ഓഫറേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പ്രൈസ് കൂടും. ആദ്യം ഓഫർ വേണ്ടവർ 2000 കുട്ടികൾക്ക് മാത്രമേ തരുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലെ ഇപ്പം നിങ്ങളുടെ എക്സാംസ് ഇല്ലേ, ആ എക്സാംസിൻ്റെ റിവിഷൻ തരുന്നുണ്ട് എജുപോഡ്. ഓക്കെ, 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും പരീക്ഷൻ്റെ തലേ ദിവസവും പരീക്ഷൻ്റെ മുന്നേ ഒക്കെ റിവിഷൻ തരുന്നുണ്ട്. ആ റിവിഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. എപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എജുപോഡ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ആക്കിക്കോളൂ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടോ. കമന്റ് ബോക്സിൽ ഇതേ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. എജുപോഡ് നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കും കേട്ടോ. സെറ്റ് ആണല്ലോ? സെറ്റ് മസായാണല്ലോ? യെസ്. അപ്പോൾ നോക്കിയോ, ഉൽട്ട പുൽട്ട എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ചോദ്യം മിസ് പറഞ്ഞു തരാം. എന്താണ്? അക്ഷർ ചുനെ നാം ലിഖേ, അക്ഷരങ്ങൾ കണ്ടെത്തൂ, പേരെഴുതൂ എന്നാണ് നിങ്ങളുടെ ചോദ്യം വന്നിട്ട്. അപ്പൊ നോക്കുകയല്ലേ നമ്മൾ. ആദ്യത്തെ ഒന്നാമത്തെ ആൾ ആരാണ്? പല്ലിയാണ്. പല്ലിക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ചാപ്റ്റർ ലൈവ് കണ്ട ആൾക്കാരല്ലേ? പല്ലിക്ക് എന്താ പറയുന്നത്? ചിപ്കലി എന്നാണ് അല്ലേ? ചിപ്കലിയാണ്. അപ്പൊ ഒന്നാമത്തത് ഇവിടെ നോക്കിയോ, ഒന്നാമത്തത് നമ്പർ 1 നമ്പർ ഇട്ടതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മിസ് ഒരു കളറിൽ മാർക്ക് ചെയ്ത് തരാം. ചി. അടുത്ത 1 ഇവിടെ. യെസ്, പാ. ഓക്കെ, ചിപ്പ് നായേ. ഇനി കലീന്ന് വേണ്ടേ? ചിപ്പ് കലീന്നല്ലേ? അടുത്തത് കാ എവിടെ? കാ ലി. ഓക്കെ, ചിപ്കലി ആയല്ലോ. റെഡ് കളറിൽ ചിപ്കലി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ ചിപ്കലി എന്ന് എഴുതണം. ഓക്കെ, ഇവിടെ ചിപ്കലി. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് ആരാ? മങ്കിയാണ്. മങ്കിക്ക് എന്താ പറയുന്നത്? നമ്മൾ കുറേ തവണ പഠിച്ചു. ചാപ്റ്റർ പറയുന്ന സമയത്തൊക്കെ എന്താണ് കുരങ്ങനെ പറയുന്നത്? എന്താണ്? ബന്ദർ എന്നാണ്. അപ്പൊ രണ്ടാമത്തെ ആണ് നമ്പർ. അപ്പൊ നമ്പർ 2 നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് നോക്കുക, ബന്ദർ. ഓക്കെ അല്ലേ? ബാ എവിടെ? ബന്ദർ. കണ്ടോ? ബന്ദർ 2 ആണേ നമ്പർ. അപ്പൊ നമ്മൾ ഇവിടെ എന്തെഴുതാം? ബന്ദർ എന്നെഴുതാം.
ബന്ദർ. റെഡി അല്ലേ? അടുത്തത് പാറ്റ. പാറ്റയ്ക്ക് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തിൽച്ചട്ടേം എന്നായിരുന്നു അല്ലേ? പാറ്റയ്ക്ക് തിൽച്ചട്ടേം എന്നാണ് പറയുക. അപ്പൊ നമ്മൾ തിൽച്ചട്ടേം ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, താ എവിടെ? ദാ തീ, ഇനി എല്ല്, തിൽ ച ടേ എവിടെ? തിൽച്ചട്ടേം. എവിടെ 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 എവിടെ? തിൽച്ചട്ട. കണ്ടോ? തിൽച്ചട്ട എന്നായല്ലോ മിസ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത്, ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതാം? തിൽച്ചട്ട എന്ന് എഴുതണം. ഓക്കെ, ഇതാ ഇവിടെ തിൽച്ചട്ട. റെഡി അല്ലേ? അടുത്തത് ദേ സ്പൈഡർ ആണ്, എട്ടുകാലിയാണ്. എട്ടുകാലിക്ക് മഖഡി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നാലാമത്തതാണ്. അപ്പൊ നമ്പർ 4. ഓക്കെ, യെസ്. അപ്പം നാലാമത്തെ നമ്പർ നമ്മൾ നോക്കിക്കോ മിസ്സിന്റെ മക്കള്, മിസ് കാണിച്ചു തരാം. നാലാമത്തത് മഖഡിയാണ്. അപ്പൊ മാ എവിടെയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ദേ മാ ഖ. ഇനി അടുത്തതോ? അടുത്ത 4 എവിടെ? അടുത്ത നമ്പർ 4 എവിടെ? ദാ മഖഡ. ഓക്കെ, മഖഡ എന്ന് പറഞ്ഞാല് എട്ടുകാലി എന്നാണ് അർത്ഥം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതാം? മഖഡ എന്ന് എഴുതാം. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്തത് ഏതാണ്? ഇതാ അഞ്ചാമത്തത് ഓന്താണ്. ഓന്തിന് ഗിർക്കിട്ട് എന്നാ പറയുന്നത് അല്ലെ? ഗിർക്കിട്ടാണ്. അപ്പൊ നമ്മൾ ഓന്തിനെ കണ്ടുപിടിക്കാതെ ഗി. അടുത്ത എവിടെ? ഗിർ ഘി ട്. കണ്ടോ? അപ്പൊ അതിവിടെ എഴുതാം ഗിർ. ഓക്കെ, ഗിർക്കിട്ട്. ഇനി ലാസ്റ്റത്തതോ ഉറുമ്പാണ്. ഉറുമ്പിന് എന്താ പറയാ? ചീണ്ട എന്നാണ്. ഓക്കെ, അപ്പൊ ചീണ്ട എവിടെയാ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എത്ര എന്റെ നമ്പർ നോക്കിക്കോ? 6 ആണ്. അപ്പൊ 6 നമ്പർ ഇതേ നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ അത് ഇവിടെ കളറിൽ മാർക്ക് ചെയ്യാം. മിസ് കാണിച്ചു തരാം, നോക്കിയോളൂ. ഓക്കെ, ഉറുമ്പിന് എന്താ പറയാ? നോക്കിയോതാ 6 എവിടെ നമ്പർ? ഇതാ ചീ കാണുന്നുണ്ട്. അടുത്ത ലെറ്റർ ഏതാ നമ്മൾ 6 മാർക്ക് ചെയ്യാത്തത്? ഢ ഇവിടെ ഉണ്ട്. ചീണ്ട എന്നാണ് ഉറുമ്പിന് പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ അത് നമ്മൾ എവിടെ എഴുതാം? ദേ ഇവിടെ എഴുതാം, ചീണ്ട. സെറ്റ് അല്ലേ? റെഡി ആണല്ലോ? നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഈ ചോദ്യം ചോദിക്കും, നന്നാക്കി പഠിക്കണം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. എന്താണ്? ചിത്രക്കെ നീച്ചെ കവിതാസെ ഉചിത് പംക്തിയാം ചുൻകർ ലിഖേം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രക്കെ നീച്ചെ എന്ന് പറഞ്ഞാൽ ചിത്രത്തിന്റെ താഴെ, കവിതാസെ ഉചിത് പംക്തിയാം കവിതയിൽ നിന്നും മാച്ച് ആയിട്ടുള്ള പംക്തിയാം വരികള്. പംക്തി എന്ന് പറഞ്ഞാൽ വരിയാണ്. മാച്ച് ആയിട്ടുള്ള വരികള് കണ്ടെത്തി എഴുതൂ. ചുൻകർ ലിഖേം എന്ന് പറഞ്ഞാല് കണ്ടെത്തി എഴുതൂ. അപ്പൊ ദേ ഇവിടെ ഈ മിസ് കൊടുത്തിട്ടുള്ള ഇത് കണ്ടോ? മിസ് ഇവിടെ വരി കൊടുത്തിട്ടുണ്ട്. അത് മിസ് ആൻസർ കൊടുത്തതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചോദ്യം എങ്ങനെയാണ്? ഈ ചിത്രം മാത്രമേ ഉള്ളൂ അല്ലെ? ചിത്രത്തിന്റെ താഴെ മാച്ച് ആയിട്ടുള്ള വരി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കിക്കോ. കണ്ടോ? ചിത്രത്തിന് മാച്ച് ആയിട്ടുള്ള വരി ഏതാ മിസ് കൊടുത്തത്? ചൽത്തേ ചൽത്തേ നിച്ചലേ ചച്ചേ ഗിർത്തേ ജബ് ചിപ്കലി ചപാക് അല്ലെ? ഉയരത്തിന്റെ മേലെ അല്ലെ? ഉയരത്തിലുള്ള മേൽക്കൂരന്റെ മേലെന്ന് അല്ലെ? ചുമരിന്റെ മേലെന്ന് ചിപ്കലി താഴെ വീണു. അതേ ചിത്രം കണ്ടോ? താഴെ വീകുന്നേ അല്ലെ? ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? ബന്ദർ അല്ലെ? ബന്ദർ ചാടുകയാണ് താഴത്തോട്ട്. അപ്പൊ ഏത് വരിയാണ്? ഊപ്പർ കീ ടാലി സേ ബന്ദർ ജബ് ആ ഗിർത്താ ഹേ നീച്ചേ. മരത്തിന്റെ മേലെയുള്ള കൊമ്പിൽ നിന്ന് എന്താണ്? ബന്ദർ താഴത്തോട്ട് വരുന്നു. അതാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇനി അടുത്ത ചിത്രം നോക്കിക്കോ. ഇതിന് മാച്ച് ആയിട്ടുള്ള വരി താമസ് താഴെ കൊടുത്തിട്ടുണ്ട്. തിൽ ചട്ടേ ചീണ്ടേ ജബ് ചലത്തെ ഏകായേക് പലട് ജാത്തേ ഹേ. തിൽ ചട്ടേ എന്ന് പറഞ്ഞാൽ പാറ്റയാണ്. ചീണ്ടേ എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ്. അപ്പൊ പാറ്റയും ഉറുമ്പും ചലത്തെ നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഏകായേക് പലട് ജാത്തേ ഒരുമിച്ച് മറിഞ്ഞു വീകുന്നു. കണ്ടോ ചിത്രം കൊടുത്തിരിക്കുന്നത്? ഇനി ലാസ്റ്റ് ചിത്രം എന്താണ്? ചീണ്ടി ഗിർത്തി മഖിഡേ ഗിർത്തേ ഗിർക്കിറ്റ് ഗിർത്തേ ഓർ സംബൽത്തേ അല്ലെ? ചീണ്ടി ഉറുമ്പ് വികുന്നുണ്ട്. മക്കടെ അല്ലെ? എട്ടുകാലി മറിഞ്ഞ് വികുന്നുണ്ട്. ഗിർക്കിട്ട് ഓന്ത് വികുന്നുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? സംബൽത്തേം എന്ന് പറഞ്ഞാൽ റെഡി ആവുന്നു. അവർ ഓക്കെ ആവുന്നു. വീണാലും അവർ റെഡി ആവുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പിക്ചർ എന്താ കൊടുത്തിരിക്കുന്നേ? മാച്ച് ആയിട്ടുള്ള വരി ഏതാ? ധൂൽ ജാൻ ജോ തുരൻ സംബൽത്തേം വേ ജീവൻ മേ സുഖ പാത്തേ ഹേ.
ആരാണോ പൊടി തട്ടിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നത് അവരുടെ ജീവിതത്തിലാണ് എന്ത് സുഖപാത്തയും അല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അവരുടെ ജീവിതമാണ് സന്തോഷമാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? പരീക്ഷയ്ക്ക് ഇതേപോലെ ചിത്രങ്ങൾ തരും, നിങ്ങളുടെ അടുത്ത് വരികൾ എഴുതാൻ പറയൂട്ടോ. നന്നാക്കി പഠിക്കണേ മിസ്സിന്റെ മക്കള്. ഇനി ലാസ്റ്റിലേക്ക് നോക്കിയോ, നാം ലിഗേ ഉചിത വിവരൺ ചുൻകർ ലിഗേ. നാം ലിഗേ എന്ന് പറഞ്ഞാൽ എന്താ? നാം എന്ന് പറഞ്ഞാൽ പേരാണ്, പേരെഴുതൂ, ഉചിതമായിട്ടുള്ള വിവരണം ചുൻകർ ലിഗേ തിരഞ്ഞെടുത്തെഴുതൂ. അപ്പൊ ഇതാരാണ്? ഈ ഫസ്റ്റിലെ ചിത്രം നോക്കിയോ, ഇതാരാണ് എന്ന് പേര് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ വിവരണങ്ങളാണ് താഴെ കൊടുത്തത്, അത് നമ്മൾ മാച്ച് ആക്കിയിട്ട് കറക്റ്റ് എഴുതണം. ഓക്കെ അല്ലേ? ആദ്യത്തെ നിങ്ങൾക്ക് അറിയാം ആരാണടാ? മലയാള സിനിമയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു നടനാണ് അല്ലേ? ആരാണ്? ഇന്നസെന്റ് ആണ് അല്ലേ? ഇന്നസെന്റ് ആണ് ഇത് കാണുന്നത്. ഓക്കെ, ഇന്നസെന്റിനെ കുറിച്ചിട്ടുള്ള വിവരണം ഇതിൽ ഏതാണ് മിസ് പറഞ്ഞു തരാം, നോക്കിക്കോ. ഇതാണ് ഒന്നാമത്തത്, ഇന്നസെന്റിനെ കുറിച്ചിട്ടുള്ള കേട്ടോ. മലയാളം ഫിലിമിൽ ഒരു അഭിനേതയാണ്. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ രചന, അദ്ദേഹം ഒരു രചന എഴുതിയിട്ടുണ്ട്, ആ രചനയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ 1 നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പൊ 1 ദേ ഇവിടെയും 1 മിസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് ആരാണ്? ഇതാരാണ് നിങ്ങൾക്ക് അറിയാവോ? മിസ് പേരെഴുതേ, നെൽസൺ മണ്ടേലെ. ഓക്കെ, നെൽസൺ മണ്ടേലെ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്ക് അറിയാവോ? നെൽസൺ മണ്ടേലെ ആരായിരുന്നു എന്ന്? അതായത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആരായിരുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു നെൽസൺ മണ്ടേലെ അല്ലെ. അവിടെ കറുത്ത വിഭാഗക്കാർ നീ കറുത്തതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തരുത്, അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു നെൽസൺ മണ്ടേലെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ആളാണ്. ഇവിടെ രണ്ടാമത്തെ ആള് ഇതാണ് രണ്ടാമത്തത്. 2 മിസ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ദക്ഷിണാഫ്രിക്ക के राष्ट्रीयता रंग भेद के विरुद्ध संघर्ष में भागीदार നോബൽ ശാന്തി പുരസ്കാർ സെ സമ്മാനിത് അല്ലെ. ദക്ഷിണാഫ്രിക്കയിൽ അല്ലെ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അയാൾക്ക് എന്താണ് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇനി അടുത്തത് ആരാണ്? ഇത് മൂന്നാമത്തെ ആളാണ്. മൂന്നാമത്തെ ആളുടെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതൊരു അമേരിക്കൻ ലേഖികയാണ് അല്ലെ, ഒരു ലേഖികയാണ്. ഈ ലേഖികയ്ക്ക് എന്താണ്? കണ്ണ് കാണുന്നില്ലായിരുന്നു അല്ലെ, കണ്ണ് കാണാത്ത ഒരു ലേഖികയാണ്. എന്തായി ലേഖികന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? നമുക്ക് ഇവിടെ എഴുതാൻ നോക്കിയോ. ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ എന്നാണ് ഈ ലേഖികയുടെ പേര് കേട്ടോ. അമേരിക്കയിലെ ഒരു ലേഖികയായിരുന്നു, പിന്നെ ഒരു അധ്യാപികയായിരുന്നു. അതിൽ ഒരു അസുഖം ബാധിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റാതെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂന്നാമത്തത് ഇതാണ്. ഇനി ഏറ്റവും ലാസ്റ്റിൽ ആരാണിത്? ഇത് ആരാന്ന് അറിയാവോ നിങ്ങൾക്ക്? മിസ് ഇതയുടെ പേര് എഴുതാം, തോമസ് ആൽവ എഡിസൺ. ഓക്കെ, തോമസ് ആൽവ എഡിസൺ ആരാണടാ? നമ്മുടെ ബൾബില്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ നോക്കിയേ, ഇപ്പൊ കത്തുന്ന ആ ബൾബില്ലേ, ആ ബൾബ് കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ. ഓക്കെ, അതാണ് നാലാമത്തേത്. ഇതാണ് നാലാമത്തത്. റെഡി ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ മക്കളെ, പിന്നെ അതേ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഇതിലിതേ ഇക്തീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇക്തീസ് എന്ന് പറഞ്ഞാൽ 31 ആണ്. അപ്പൊ നിങ്ങൾ മേലത്തെ പിക്ചർ നോക്കിയിട്ട് ഇവിടെ 32, 33, 34 എന്താണ് ഹിന്ദിയിൽ പറയാ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 32 എന്താ പറയാ? ബത്തീസ് എന്നാണ്. 33 തൈന്തീസ് എന്ന് പറയും. 34 ചൗതീസ് എന്ന് പറയും. അത് നിങ്ങൾ ഇതേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇത് എഴുതി വെക്കണം കേട്ടോ ഇവിടെ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ഇങ്ങനെ നമ്പേഴ്സ് എഴുതാനൊന്നും ചോദിക്കൂല കേട്ടോ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഹിന്ദിയാണ് എഴുതാൻ ചോദിക്കുക, നമ്പേഴ്സ് ചോദിക്കൂല. അപ്പൊ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. നിങ്ങൾ വെറുതെ നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ എണ്ണാൻ പഠിച്ചാൽ മതി. അതേപോലെ ദേ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? 41 കൊടുത്തിട്ടുണ്ട്. 41 41 42 ബയാലീസ് എന്നാണ് പറയുക. ഓക്കെ, 42. അപ്പൊ നിങ്ങൾ ഇതേ 43 44 ഒക്കെ എഴുതി പഠിക്കണം. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾക്ക് സൂപ്പർ ആക്കി പഠിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഉൽട്ടാ പുൽട്ടാ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് മിസ്സിന്റെ മക്കള് അടിപൊളിയാക്കി പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതിൽ ഏതെങ്കിലും 2 ചോദ്യമൊക്കെ ചോദിക്കും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നന്നാക്കി മനസ്സിലാക്കി വെക്കണം മക്കളെ. റെഡി അല്ലേ? യെസ്. താങ്ക് യു സോ മച്ച്.